Krishna Karuna Sindhu Gopesha Gopika Nandamustute Taptakanchal Gaurani Vrishabhanusute
जय श्री कृष्ण चैतन्य श्री अद्वैत गदाधर श्रीवासदि गौरभद्र हरे कृष्णा कृष्ण कृष्ण हरे हरे राम हरे 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 श्री श्री कृष्ण भगवान की श्री गौर महाप्रभु की हरे कृष्ण എല്ലാവർക്കും ഗൗരവപൂർണിമ സുദിന ആഘോഷങ്ങളിലേക്ക് സ്വാഗതം. ഇന്ന് പ്രത്യേകിച്ചും നമുക്ക് വിശിഷ്ട വ്യക്തികളായ രണ്ട് സന്യാസിമാർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ശ്രീ പൂജ്യ ശങ്കരകൃഷ്ണാനന്ദ സ്വാമികൾ ഔപണിക്കാവ്, പിന്നെ പൂജ്യ ഋഷിസ്വാമി അവർ മാത്രമരം. സ്വാമിമാർക്ക് സ്വാഗതം. ഗൗരവപൂർണിമ ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ അവതാര ജയന്തി ദിനം മാത്രമല്ല, വടക്കേ ഇന്ത്യയിലൊക്കെ പ്രത്യേകിച്ചും വൃന്ദാവനത്തിലൊക്കെ ഇന്നത്തെ ദിവസം വളരെ ഗംഭീരമായി ഹോളി, വർണ്ണമയമായ ഹോളി ആഘോഷിക്കുന്ന ദിവസമാണ്. 5000 വർഷങ്ങൾക്ക് മുമ്പേ ബ്രജഭൂമിയിൽ ശ്രീകൃഷ്ണ ഭഗവാനും ഗോപസ്ത്രീകളും എല്ലാം ഗോപന്മാരും ഗോപസ്ത്രീകളും ഈ ഹോളി ആഘോഷിച്ചിട്ടുണ്ട്. അങ്ങനെ വളരെ വിശേഷപ്പെട്ട ഒരു ദിവസമാണ് ഇന്ന്. ചൈതന്യ ചരിതാമൃതത്തിൽ ആദ്യത്തെ പ്രഥമ സ്കന്ധത്തിൽ 6ാം അധ്യായത്തിൽ 6ാം ശ്ലോകമാണ് ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. പരിപൂർണ അവതാരമായ ശ്രീകൃഷ്ണ ഭഗവാൻ അവതരിച്ചതിന് ശേഷം ഇനി ഒരു രഹസ്യമായ ചൈതന്യ മഹാപ്രഭുയുടെ അവതാരത്തിന്റെ ആവശ്യമുണ്ടോ എന്നുള്ളതാണ് ഇവിടത്തെ ചർച്ചാ വിഷയം. ചൈതന്യ ചരിതാമൃതത്തിൽ 500 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന ഒരു ആചാര്യനായ കൃഷ്ണദാസ കവിരാജ ഗോസ്വാമിയാണ് ഈ പരമരഹസ്യം രചിച്ചത്. ഈ രഹസ്യം രചിക്കുമ്പോൾ അദ്ദേഹത്തിന് 90 വയസ്സും കടന്നില്ല. ശരീരം സഹകരിക്കാത്ത ഒരു അവസ്ഥയിലാണ് അദ്ദേഹത്തിന്റെ പൂർവികരായ രൂപഗോസ്വാമിയും രഘുനാഥദാസ ഗോസ്വാമിയും അദ്ദേഹത്തിന്റെ അടുത്ത് ആ നിർദ്ദേശം നൽകുകയും അദ്ദേഹം ഈ ഗ്രന്ഥം രചിക്കുകയും ചെയ്തു. ആരാണ് ഗ്രന്ഥം രചിച്ചത്? കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി. തന്റെ വളരെ എന്താ പറയാ, നല്ല ഒരു പ്രായത്തിൽ അദ്ദേഹത്തിന്റെ മൂപ്പ് നല്ല ഒരു ഉയർന്ന പ്രായത്തിലാണ് അദ്ദേഹം രചിക്കുന്നത്. ശ്രീകൃഷ്ണ ഭഗവാൻ പരമപുരുഷോത്തമൻ ഈ ഭൂമിയിൽ ഉണ്ടായിട്ടുള്ള നാനാ അവതാരങ്ങളിലും കൃഷ്ണ ഭഗവാനാണ് പൂർണ്ണം. കൃഷ്ണൻ അവതാരമല്ല, കൃഷ്ണനിലിരുന്നാണ് അവതാരങ്ങൾ ഉണ്ടായത് എന്നുപോലും ശ്രീമദ് ഭാഗവതം രഹസ്യമായി ഉദ്ഘോഷിക്കുന്നുണ്ട്. രാമാദിമൂർത്തിഷു കലാ നിയമേന തിഷ്ഠൻ നാനാവതാര ഭുവനേഷു. ഹിന്ദു ഈ ഭുവനത്തിൽ, ഈ പ്രപഞ്ചത്തില് രാമ, നരസിംഹ, വാമന എന്ന് അനേകം അവതാരമുണ്ടെങ്കിലും കൃഷ്ണസ്തു ഭഗവാൻ സ്വയം. പരാശര മഹർഷിയും വ്യാസ മഹർഷിയും ശ്രീകൃഷ്ണ ഭഗവാനാണ് ഭഗവൻ എന്ന്
പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പൊ ഭഗവാൻ സർവകലകളും എല്ലാ കലകളും പൂർണ്ണമായി ഈശാവാസ്യോപനിഷത്തിൽ പറയുന്നുണ്ട്. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണം ഏവ അവശിഷ്യത്തെ. ഒരു പോക്കറ്റിൽ നിറഞ്ഞു 100 രൂപയുണ്ട്, തികഞ്ഞ് പൂർണ്ണമായി പൈസ 100 രൂപയുണ്ട്. ആ 100 രൂപയിൽ നിന്ന് എത്ര 100 രൂപ എടുത്ത് മറ്റു പോക്കറ്റുകൾ നിറച്ചാൽ എല്ലാ പോക്കറ്റിലും 100 രൂപ ഉണ്ടാകും, ഈ എടുത്ത പോക്കറ്റിലും 100 രൂപ ഉണ്ടാകും. അത് ഭൗതിക ലോകത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒരു സിദ്ധാന്തമാണ്. അങ്ങനെ പരിപൂർണമായി പരമപൂർണമായി ശ്രീകൃഷ്ണ ഭഗവാൻ ഭൂമിയിൽ വന്നതിന് ശേഷം ഇനി ഒരു ചൈതന്യ മഹാപ്രഭുവിന് ആവശ്യമുണ്ടോ? അതാണ് ഭാഗവതത്തിലുണ്ടായ ചൈതന്യ ചരിതാമൃതത്തിലുണ്ടായ ശ്ലോകം. അതിൽ 6-ാം ശ്ലോകത്തിൽ കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി മറുപടി നൽകുന്നുണ്ട്. 3 കാരണങ്ങളാണ് ചൈതന്യ മഹാപ്രഭു അവതരിക്കാൻ. ഒന്ന്, തന്റെ ഭക്തജനങ്ങൾ അനുഭവിക്കുന്ന പരമാനന്ദം എന്താണ് എന്ന് ഭഗവാൻ അറിയണം. ഈ പ്രപഞ്ചത്തിൽ ഭഗവാൻ അറിയാത്ത ഒരു കാര്യവുമില്ല. മഹാഭാരതം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഒരു ലീലയുടെ പുറകെ 1000 ലീലകളും കാരണങ്ങളും ഒളിച്ചിരിക്കുകയാണ്. ഈശ്വര പരമകൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദി ആദി ഗോവിന്ദ സർവകാരണ. ഓരോ കാരണങ്ങൾക്ക് പുറകെയും 1000 കാരണം ഒളിച്ചിരിക്കുന്നു. അങ്ങനെ ഭഗവാൻ അവതരിച്ചു. അപ്പോ എല്ലാം അറിയുന്ന ഭഗവാന് ഈ പ്രപഞ്ചത്തിൽ ഒരു കാര്യം മാത്രം ഭഗവാന് അറിയാൻ സാധിക്കുന്നില്ല. അതെന്താണെന്ന് വെച്ചാല് എന്റെ ഭക്തജനങ്ങൾ അനുഭവിക്കുന്ന ആനന്ദം എന്താണ് എന്ന് ഭഗവാൻ ഒരിക്കൽ അറിയണം എന്നൊരു ആകാംക്ഷ. അതുകൊണ്ട് അതൊരു കാരണം ഭഗവാൻ അവതരിക്കാൻ. രണ്ടാമത്തെ കാരണം, പരമഭക്തനായ അദ്വൈതാചാര്യൻ ക്ഷണിച്ചതുകൊണ്ട്. വെറുതെ ഭഗവാൻ ഭൂമിയിൽ അവതരിക്കുകയില്ല. ക്ഷേത്രങ്ങളിൽ ഭഗവത് വിഗ്രഹം വെറുതെ അവതരിക്കുകയില്ല. ഒരു തന്ത്രിയോ അല്ലെങ്കിൽ ഒരു മേൽശാന്തിയോ 4 മന്ത്രം ചൊല്ലിയാൽ ഭഗവത് വിഗ്രഹം അവതരിക്കുകയില്ല. പരമഭക്തൻ വന്ന് ഭഗവാനെ അങ്ങ് വന്ന് ഈ വിഗ്രഹത്തിൽ കുടികൊള്ളണം, ഞാൻ ഉള്ളിടത്തോളം അങ്ങേ സേവിച്ചു കൊള്ളാം എന്ന് വാഗ്ദാനം കൊടുക്കുമ്പോൾ മാത്രമാണ് ഭഗവത് വിഗ്രഹം നമ്മൾ കുടികൊള്ളുന്നത്. അപ്പോ അദ്വൈത ആചാര്യൻ ക്ഷണിച്ചു. കലീപം തുടങ്ങിക്കഴിഞ്ഞു, കൽമഷങ്ങൾ നിറഞ്ഞു, ധർമ്മം മതപ്പതിച്ചു. കലേ ദോഷം ഇതേ രാജൻ, ഇവിടെ മുഴുവൻ ദോഷമാണ്. മംഗളം സത്യം പുണ്യം പരിശുദ്ധി തപസ്യ എന്ന് പറയുന്ന മൂല്യങ്ങളെ കാണാനില്ല. മൂല്യശുദ്ധി ഉണ്ടായി. അതുകൊണ്ട് ഭഗവാൻ അവതരിച്ചാലേ ഇതിന് പോംവഴിയുള്ളൂ. കൃഷ്ണനല്ലാതെ ഇതിനെ വേറെ ആർക്കും ശരിയാക്കാൻ പറ്റില്ല എന്ന് ശാലഗ്രാമിലെ ഗംഗാജലം കൊണ്ട് അഭിഷേകം ചെയ്ത് തുളസി പത്രം സമർപ്പിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചത് കൊണ്ടാണ് ഭഗവാൻ വരാൻ സമ്മതിച്ചത്. ആദ്യത്തെ കാരണം എന്താണ്? ഭക്തന്മാർ അനുഭവിക്കുന്ന പരമാനന്ദം എന്തെന്ന് അറിയണം. രണ്ടാമത്തത് അദ്വൈതാചാര്യൻ ക്ഷണിച്ചത് കൊണ്ട്. മൂന്നാമത്തത് കലീപത്തിൽ ഭാവനമന്ത്രം എന്ന് പറയുന്നത് നാമസങ്കീർത്തനം, മഹാമന്ത്രം. അനേകം മന്ത്രങ്ങൾ ഉണ്ടെങ്കിലും ഈ മഹാമന്ത്രം രാജമന്ത്രം ജപിച്ചാൽ മാത്രമേ കലികാലത്തിൽ മോക്ഷപ്രാപ്തി ഉണ്ടാകുകയുള്ളൂ. ശ്രീകൃഷ്ണ ഭഗവാൻ ഗീത ഉപദേശിച്ചു. പക്ഷേ ഭഗവാൻ തന്നെ വന്നൊന്ന് ആചരിച്ച് കാണിച്ച് നാമജപവും ചെയ്താലേ പൊതുജനങ്ങൾ അത് സ്വീകരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് നാമം പ്രചരിപ്പിക്കുക എന്നുള്ളതായിരുന്നു ചൈതന്യ മഹാപ്രഭുവിന്റെ മൂന്നാമത്തെ കാരണം. ആദ്യത്തെ കാരണം ഭക്തന്മാർ അനുഭവിക്കുന്ന പരമാനന്ദം എന്തെന്ന് അറിയണം. രണ്ടാമത്തെ കാരണം പരമഭാഗവതനായ അദ്വൈതാചാര്യൻ ക്ഷണിച്ചതുകൊണ്ട്. മൂന്നാമത്തെ കാരണം നാമസങ്കീർത്തനം.
നാമമാത്രേണ പൂജ്യതേ ഭഗവാൻ ഹരി. കലികാലത്തിൽ ഹരിയെ പൂജിക്കുന്നത് നാമത്തിൽ കൂടെയാണ്. ശ്രീമദ് ഭാഗവതം 18,000 ശ്ലോകം പറഞ്ഞിരുന്നാലും അതിന്റെ അവസാനത്തെ ശ്ലോകം നാമസങ്കീർത്തനം യസ്യ സർവപാപ പ്രണാശനം പ്രണാമോ ദുഃഖശമനോ തം നമാമി ഹരിപരം. ഇങ്ങനെ 3 കാരണങ്ങൾ. ഈ 3-ൽ ഒന്ന് ആന്തരിക കാരണവും 2 ബാഹ്യ കാരണം. ഏതാണ് ആന്തരികമായ കാരണം, ഏത് 2 ബാഹ്യമായ കാരണം? 3 കാരണങ്ങൾ കൊണ്ട് ചൈതന്യ മഹാപ്രഭു അവതരിച്ചു. അതിൽ 1 രഹസ്യമായ കാരണം, ബാക്കി 2 ബാഹ്യമായ. ഏതാണ് രഹസ്യം, ഏതാണ് ബാഹ്യം? ഭക്തന്മാരനുഭവിക്കുന്ന പരമാനന്ദം എന്തെന്ന് ഭഗവാൻ അറിയണം. ഞാൻ അറിയാത്ത ഒരു കാര്യം. അത് ആന്തരികമാണോ ബാഹ്യമാണോ? അദ്വൈതാചാര്യൻ ക്ഷണിച്ചതും നാമസങ്കീർത്തനം ചെയ്തതും ബാഹ്യമായ കാരണം. അപ്പൊ ഈ ശ്ലോകം ആ ആന്തരികമായ കാരണത്തിനെയാണ് വിവരിക്കുന്നത്. കീദൃശോ, ഭഗവാൻ പറയുന്നു, എന്താണ് എന്റെ ഭക്തജനങ്ങൾ അനുഭവിക്കുന്നത്? ഒരു തവണ നാരായണൻ ലക്ഷ്മിയെടുത്ത് ചോദിച്ചു, സദാസമയവും നീ എന്റെ പാപ നവർത്തിക്കൊണ്ടേയിരിക്കുന്നു, പാപസേവന ചെയ്യുന്നു, നിനക്ക് മാസശമ്പളമൊന്നുമില്ല. ഞാൻ അങ്ങോട്ട് തിരിച്ച് എന്റെ അടുത്ത് കാണിക്കുന്ന ആ ഒരു സ്നേഹത്തിന്റെയും ഭക്തിയും തുല്യമായ ഒരു പ്രതികരണവും എന്റെ അടുത്ത് ഇന്ന് ലഭിക്കാറില്ല. എന്ത് ആനന്ദമാണ് ലക്ഷ്മി ദേവി അനുഭവിക്കുന്നത്, എന്ത് ആനന്ദമാണ് നാരദ മഹർഷിയും ഹനുമാനും അല്ലെങ്കിൽ രാധാറാണിയും അനുഭവിക്കുന്നത്. അവരെല്ലാം ഒരേ സ്വരത്തിൽ പറഞ്ഞു, ഭഗവാൻ അത് മനസ്സിലാവില്ല. ഇവൻ കൂടെ കേട്ടപ്പോ കീദൃശോ, എന്ത് രഹസ്യമാണ് അവർ, എന്ത് ആനന്ദമാണ് അവർ അനുഭവിക്കുന്നത്. എന്റെ ഭക്തജനങ്ങൾ അനുഭവിക്കുന്ന ആനന്ദം വേണ്ട പ്രണയമഹിമാ കീദൃശോ. ഭഗവാനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും മോക്ഷപ്രാപ്തി ഉണ്ടാകും. പക്ഷേ ഈ ഒരു തലത്തിൽ സേവിക്കുന്ന, ഈ ഒരു മാർഗത്തിൽ സഞ്ചരിക്കുന്നവർക്ക് മാത്രമേ പ്രേമഭക്തി ഉണ്ടാകുകയുള്ളൂ. അതാണ് സ്പെഷ്യാലിറ്റി. വിഷ്ണു സഹസ്രനാമം ചൊല്ലിയാൽ മോക്ഷപ്രാപ്തി ഉണ്ടാകും. ഹരേ രാമ മന്ത്രം ചൊല്ലിയാൽ മോക്ഷപ്രാപ്തി ഉണ്ടാകും. ശ്രീമദ് ഭാഗവതവും ഭഗവത്ഗീതയും പാരായണം ചെയ്ത് അർത്ഥം മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തിക്കഴിഞ്ഞാൽ മോക്ഷപ്രാപ്തി ഉണ്ടാകും. യമനിയമം ഇതെല്ലാം ചെയ്താൽ മോക്ഷപ്രാപ്തി ഉണ്ടാകും. പക്ഷേ ചൈതന്യ മഹാപ്രഭുയുടെ പാദം പിന്തുടർന്നാൽ മാത്രമേ മാധുര്യ ഭക്തി, ആ മാർഗത്തിൽ കൂടെ സഞ്ചരിച്ചാൽ മാത്രമേ എന്തുണ്ടാവുകയുള്ളൂ? കൃഷ്ണപ്രേമം, പ്രേമഭക്തി ഉണ്ടാവുകയുള്ളൂ. അപ്പൊ ഫസ്റ്റ് ഭഗവാന് മനസ്സിലാവേണ്ടത് ആകേണ്ടത് ആ രഹസ്യം. പ്രണയമഹിമാക്കി ദൃശ്യോ. പ്രണയം സ്നേഹത്തിന്റെ മൂർത്തിമത് ഭാവമാണ് പ്രണയം എന്ന് പറയുന്നത്. ചൈതന്യ ചരിതാമൃതത്തിൽ ആ വാക്ക് വിശകലനം ചെയ്യുന്നുണ്ട്. പ്രണയം എന്ന വാക്കിന് രണ്ടില്ലാതെ ഒന്നായി കലക്കുക. ഇത് പറയുമ്പോ ബ്രഹ്മവാദത്തിലേക്ക് നമ്മൾ പോകരുത്. ബ്രഹ്മവാദത്തിലും ഇങ്ങനെ ഒരു വാദമുണ്ട്. എന്താണ്? മോക്ഷപ്രാപ്തിയിൽ ജീവാത്മാവും പരമാത്മാവും ഒന്നായി തീരുമെന്ന്. ഇവിടെ നമ്മൾ അതല്ല ചർച്ച ചെയ്യുന്നത്. സ്നേഹം കൊണ്ട് പ്രേമത്തിന്റെ മൂർത്തിമത് ഭാവത്തിൽ 2 ശരീരം അല്ലെങ്കിൽ 2 വ്യത്യസ്ത ജീവനാണെങ്കിൽ പോലും ചിന്തയിലും കാഴ്ചപ്പാടിലും താല്പര്യങ്ങളിലും രുചിയിലും എല്ലാത്തിലും അവർ ഒരുപോലെ. ആ രാധാറാണി അനുഭവിക്കുന്ന പ്രണയം എന്താണ്? രണ്ടാമത്തത്, അതിനകത്ത് ഇനിയൊരു രഹസ്യം എന്താണ്? സ്വാധ്യായേന അദ്ഭുത മധുരിമാ കീദൃശം. രാധാറാണി എന്റെ അടുത്ത് എന്ത് കണ്ടിട്ടാണ് മോഹിച്ചത്? ആ എന്റെ ഫസ്റ്റ് രാധാറാണി അനുഭവിക്കുന്ന പ്രേമം എന്താണ്? പ്രേമിക്കണമെങ്കിൽ നമ്മുടെ മുന്നിൽ ഒരു വിഷയം വേണം, വസ്തു വേണം. ഒരു മിനിറ്റ് നിങ്ങൾ എല്ലാവരും ചമ്പിട്ടു അതിനെ പ്രേമിക്കുക.
എല്ലാവരും ചമ്പിക്കൂനെ പ്രേമിക്കുക പറ്റിയോ? ഇല്ല. എന്തുകൊണ്ട് ചമ്പിക്കൂനെ പ്രേമിച്ചില്ല? അതെന്താണെന്നറിയില്ല. അത് വേറെ നാട്ടിന്റെ പേരാണോ മനുഷ്യന്റെ പേരാണോ തിന്നുന്ന സാധനമാണോ എനിക്കും അറിയില്ല അതെന്താണ്. അപ്പൊ അറിയാത്ത ഒരു വിഷയത്തിനെ നമുക്ക് പ്രേമിക്കാൻ പറ്റുമോ? എന്തെങ്കിലും ഒരു പ്രത്യേകത വേണം. ഭഗവാൻ അത്ഭുതപ്പെടുകയാണ്. എന്റെ എന്ത് പ്രത്യേകതയാണ് രാധാറാണിയെ ഇത്രയും പ്രേമിക്കാൻ ഇത് ചെയ്തത്? കീദൃശോ ആദ്യം പ്രണയമഹിമാ കീദൃശോ സ്വാധ്യായേന അദ്ഭുത മധുരിമാ കീദൃശോ പിന്നെ സൗഖ്യം അനുഭാവതഃ കീദൃശോ. ഇങ്ങനെ എന്നെ പ്രേമിക്കുന്നത് കൊണ്ട് രാധാറാണി എന്ത് തരം ആനന്ദമാണ് അനുഭവിക്കുന്നത്. ആദ്യം തൊട്ട് പറയാം. ചൈതന്യ മഹാപ്രഭു വരാൻ 3 കാരണങ്ങൾ എന്തൊക്കെയാണ്? ഭക്തന്മാർ അനുഭവിക്കുന്ന ആനന്ദം എന്താണ്? അദ്വൈതാചാര്യൻ ക്ഷണിച്ചത് കൊണ്ട് നാമസങ്കീർത്തനം. ഇപ്പോ ആ ആനന്ദത്തിൽ അതിനകത്ത് 3 കാരണം. എന്ത് ആനന്ദമാണ് രാധാറാണി അനുഭവിക്കുന്നത്? രണ്ടാമത്തത്, എന്റെ എന്ത് കണ്ടിട്ടാണ്, എന്ത് ക്വാളിറ്റിയാണ് രാധാറാണി മോഹിക്കുന്നത്? ആ ക്വാളിറ്റി മോഹിച്ച് എത്ര ആനന്ദം, അളവ് എത്രയാണ് അനുഭവിക്കുന്നത്? അങ്ങനെ 3 രഹസ്യ കാരണം. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ഈ ഭഗവാന്റെ ഈ ചോദ്യം, ഭക്തന്മാർ അനുഭവിക്കുന്ന ആനന്ദം എന്താണ് ആ ചോദ്യം ഭഗവാൻ ഒരുപാട് വർഷങ്ങൾക്ക്, യുഗങ്ങൾക്ക് മുമ്പേ ഉണ്ടായി. ഇപ്പൊ ദശാവതാരം എല്ലാവർക്കും അറിയാം. എന്തൊക്കെയാണ്? മത്സ്യം, കൂർമ്മ, വരാഹം, നരസിംഹം, വാമന, ശ്രീരാമ, ബലരാമ. ഭാഗവതമനുസരിച്ച് ശ്ലോകത്തിൽ 9ാം അവതാരം ഏതാണ്? 10 പറയുന്ന പോലെ ശ്രീകൃഷ്ണൻ. ഭാഗവതത്തിൽ ശ്ലോകത്തിൽ 9ാം അവതാരം ഏതാണ്? ശ്രീമദ് ഭാഗവതത്തിൽ അവതാരങ്ങളുടെ ലിസ്റ്റിൽ കൃഷ്ണ ഭഗവാന്റെ പേരേ ഇല്ല. ആ സ്ഥലത്ത് ഭാഗവതത്തിൽ എന്താണ് പേര്? ബുദ്ധൻ. കേശവദ്രൂത ബുദ്ധ ശരീര ജയ ജഗദീശ ഹരി. ആ ശ്ലോകത്തിന്റെ തുടക്കം എന്താണ്? ബുദ്ധന്റെ ശ്ലോകത്തിന്റെ അത് വാമൺ പ്രഭു പറയുന്നത് വാമണന്റെ ശ്ലോകം. വാമണന്റെ ശ്ലോകമല്ല. മനസ്സിലായി? നീ വഴക്കുണ്ടാക്കുമ്പോ എന്ത് സൗണ്ട് ആക്കണം? ഓടി വരണം. ശ്രീബുദ്ധന്റെ ശ്ലോകമാണ് അവിടെ ഉള്ളത്. ശ്രീബുദ്ധന്റെ ശ്ലോകം അപ്പോ ദശാവതാര സ്തോത്രത്തില് ഭാഗവതത്തിലും ബുദ്ധനെയാണ് അവിടെ പറയുന്നത്. അപ്പൊ ഈ ഭഗവാന്റെ ആഗ്രഹം
എന്റെ ഭക്തജനങ്ങൾ അനുഭവിക്കുന്ന പരമാനന്ദം എന്താണെന്നുള്ള ആഗ്രഹം ആദ്യത്തെ 3 അവതാരം കഴിഞ്ഞപ്പോഴേ ഉണ്ടായി. കാരണം മത്സ്യ, കൂർമ്മ, വരാഹ ഇത് കഴിഞ്ഞാൽ അടുത്ത എന്താണ്? ഈ 3 അവതാരങ്ങളിലും ഭഗവാന് ബന്ധങ്ങളില്ല. മത്സ്യത്തിന്റെ അച്ഛനും അമ്മയും ചേട്ടനും അനിയത്തി ആരാണ്? മത്സ്യ അവതാരത്തിന്റെ കൂർമ്മ അവതാരത്തിന്റെ ചേട്ടൻ ആരാണ്? അറിയില്ല. വരാഹ അവതാരത്തിന്റെ അറിയില്ല. ഇപ്പൊ ഈ 3 അവതാരങ്ങൾ ഭഗവാൻ ആലോചിക്കുക, എന്ത് കണ്ടിട്ടാണ് നാരദ മഹർഷിയും ലക്ഷ്മി ദേവിയും എന്റെ അടുത്ത് ഇത്രയും സ്നേഹം കാണിക്കുന്നത്? ഞാൻ തിരിച്ചത് അതിന് തുല്യമായി റെസിപ്രോക്കേറ്റ് ഒന്നും ചെയ്യുന്നില്ല. മത്സ്യമൂർത്തി വന്ന് നാരദ മഹർഷിയെ കെട്ടിപ്പിടിച്ചോ? ഇല്ല. പൂർണ്ണം വന്നിട്ട് നാരദ മഹർഷിയെ ലക്ഷ്മി ദേവിയെ കെട്ടിപ്പിടിച്ചോ? ഇല്ല. അങ്ങോട്ട് യാതൊരു പ്രതികരണവും. നമ്മുടെ മനുഷ്യ ജീവിതത്തിൽ കുടുംബത്തിനകത്ത് തന്നെ ഒരുപാട് സ്നേഹമുണ്ട്. ഈ ഭൂമിയിലുള്ള അത്ര ജീവൻ, കുഞ്ഞു മുതൽ മൃഗങ്ങൾ വരെ സ്നേഹവും അംഗീകാരവും പ്രതീക്ഷിക്കുന്നുണ്ട്. നമ്മൾ ഒരു ചെറിയ കാര്യം ചെയ്താൽ പോലും അതിന് വേണ്ടവണ്ണം അംഗീകാരം കിട്ടണം. കിട്ടിയില്ലെങ്കിൽ അത് ഞാൻ പിന്നീട് ആവർത്തിക്കില്ല, ചെയ്യില്ല, മനസ്സുകൊണ്ട് തീരുമാനമൊക്കെ എടുക്കും. വീട്ടിനകത്ത് പോലും ഭാര്യ ഒരു ദോശയുണ്ടാക്കി കഴിഞ്ഞാൽ ഭർത്താവിന്റെ കയ്യിൽ നിന്ന് ഒരു വെരി ഗുഡിന് വേണ്ടി കാത്തിരിക്കും. ദോശ എങ്ങനെ ഉണ്ടായിരുന്നു? ഭർത്താവ് കഴിച്ചതല്ലേ പറയൂ, കൊള്ളാം, അതൊന്ന് ചിരിച്ചൊന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം? ഓരോ ചെറിയ കുഞ്ഞുങ്ങൾ എന്തെങ്കിലും സ്കൂളിൽ സാധിച്ചു വന്നാൽ, മാർക്ക് നേടിക്കൊണ്ടു വന്നാൽ ഉടനെ അച്ഛൻ്റെ അടുത്തും അമ്മയെടുത്തും സുഹൃത്തുക്കളുടെ എല്ലാവരുടെ അടുത്തും പറയും, നമ്മളെല്ലാവരും ഈ ലോകത്തിൽ അംഗീകാരവും സ്നേഹവും പ്രതീക്ഷിക്കുന്നവരാണ്. ഉയർന്ന മഹാത്മാക്കളും സന്യാസി വര്യന്മാരും മാത്രമാണ് ഏകാത്മനായി, ഏകാന്തമായി മറ്റുള്ള ജന്തു ജീവജാലങ്ങളെടുത്ത് മനുഷ്യരെടുത്തിരുന്നും യാതൊരു പ്രതികരണവും പ്രതീക്ഷിക്കാതെ താമരയിലെ വെള്ളത്തിന്റെ മീതെ നിൽക്കുന്നത് പോലെ ജീവിക്കാൻ പഠിച്ചവർ. ഏകാത്മ നിരഞ്ജൻ മഹാദേവൻ ഒറ്റയ്ക്ക് ആനന്ദം, പരമാനന്ദം, ആത്മാരാമം രാമനാണ്. അദ്ദേഹം സ്വയം ആനന്ദം അനുഭവിക്കുന്ന ഒരാളാണ്. ഏകാത്മ നിരഞ്ജൻ, ദുരി സുഖി. പക്ഷെ നമ്മളെല്ലാം സുഖം അനുഭവിക്കുന്നവരും സുഖം ആഗ്രഹിക്കുന്നവരാണ്. നമുക്ക് എപ്പോഴും ഇനി ഒരാൾ വേണം, രണ്ടാമത്തെ ഒരു കൂട്ട് വേണം. ഒരു കൊച്ചു കുട്ടിയെടുത്ത് ആ മുമ്പേ ഉള്ള ചെന്ന് കടയിൽ ചെന്ന് ഒരു സാധനം മേടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞാൽ പോലും ആ കുട്ടി അടുത്തുള്ള ആളെ കൂട്ട് വിളിച്ചുകൊണ്ട് പോകും. എനിക്കറിയാം, ബാത്റൂമിൽ പോകുമ്പോൾ പോലും കൂട്ട് വിളിച്ചുകൊണ്ട് പോകുന്ന ആൾക്കാരൊക്കെ. സുഖം വേണമെങ്കിൽ ഇനി ഒരാൾ. പക്ഷേ മനുഷ്യ ജീവിതത്തിൽ പ്രഹ്ലാദൻ പറഞ്ഞു, 50 വയസ്സ് കടന്നാൽ മറ്റുള്ളവരെടുത്തിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കാതെ നാമവും ചൊല്ലി ഭഗവാനെ ശരണം പ്രാപിച്ച് ഹൃദയത്തിന്റെ ഉള്ളിൽ പരമാനന്ദം അനുഭവിക്കാൻ പരിശീലനം എടുക്കണം. ഇല്ലെങ്കിൽ ജീവിതമാകുന്ന പരീക്ഷയിൽ അവൻ തോറ്റുപോവുകയും വീണ്ടും ഭൂമിയിൽ മനുഷ്യനായി ജനിക്കേണ്ട ഒരവസ്ഥയുണ്ടാകും. അപ്പോ ഭഗവാൻ ആലോചിച്ചു, ലക്ഷ്മി ദേവിക്ക് എന്ത് ഞാൻ തന്നിട്ടാ ഇത്രയും സ്നേഹം എന്റെ അടുത്ത് കാണിക്കുന്നത്? നാരദൻ ഭക്തിയിൽ നൃത്തം വയ്ക്കുന്നു, പക്ഷെ ഞാൻ തിരിച്ചങ്ങോട്ട് ഒന്നും ചെയ്യുന്നില്ല. അതുകൊണ്ട് അടുത്ത അവതാരമായി വരുമ്പോ ഞാനൊന്ന് അവരുമായിട്ട് സംസാരിക്കും, ചെറുതായിട്ട് ഒന്ന് സ്നേഹം പങ്കുവയ്ക്കും എന്ന് ഭഗവാൻ തീരുമാനിച്ച് നരസിംഹമായി അവതരിച്ചു. മത്സ്യമായി അവതരിച്ചപ്പോഴോ, കൂർമ്മമായി അവതരിച്ചപ്പോഴോ, വരാഹമായി അവതരിച്ചപ്പോഴോ ഭക്തന്മാരെടുത്ത് ആലിംഗനം ചെയ്തില്ല. കൂർമാവതാരം ആരെടുത്തും സംഭാഷണം നടത്തിയില്ല. വരാഹാവതാരം ആരെയും കെട്ടിപ്പിടിച്ചില്ല, ഒന്നും ചെയ്തില്ല. അപ്പൊ നരസിംഹാവതാരത്തിൽ ഭക്തന്മാർ അനുഭവിക്കുന്ന ആനന്ദം എന്താണെന്ന് അറിയണം. അതുകൊണ്ട് ചെറിയ ഒരു ഇടപെടൽ, ഒരു റെസിപ്രോക്കേഷൻ തുടങ്ങും എന്ന് പറഞ്ഞിട്ട് നരസിംഹമായി അവതരിച്ച സമയത്ത് പ്രഹ്ലാദനെ എടുത്ത് മടിയിൽ വെച്ച് ഒരു സിംഹം സിംഹക്കുട്ടിയെ സ്നേഹിക്കുന്നത് പോലെ തലയിൽ നക്കുകയും മുഖത്ത് നക്കുകയും ആലിംഗനം ചെയ്യുകയും കണ്ണീര് ചൊരിഞ്ഞുകൊണ്ട് ഗർജനയോട് നരസിംഹമൂർത്തി ചോദിച്ചു, പ്രഹ്ലാദ, നിനക്ക് എന്ത് വരം വേണം? അപ്പോ പ്രഹ്ലാദൻ പറഞ്ഞു, രാക്ഷസരാജൻ ക്രൂരനായ എന്റെ പിതാവിന് മാപ്പ് നൽകണം. ഉടനെ നരസിംഹമൂർത്തി പറഞ്ഞു, പ്രഹ്ലാദ, ഒരു പരമ്പരയിൽ, ഒരു കുടുംബത്തിൽ, ഒരു വംശത്തിൽ
ഒരുത്തൻ പരിശുദ്ധ ഭക്തനായി കഴിഞ്ഞാൽ അവന്റെ 3 തലമുറയ്ക്ക് മോക്ഷപ്രാപ്തി ഉണ്ടാകും. പക്ഷേ നീ അത് ചോദിച്ചത് കൊണ്ട് ഇന്ന് മുതൽ ആ 3 എന്നുള്ളതിനെ ഞാൻ 7 ആക്കി മാറ്റിത്തരാം. 7 വംശം മുന്നോട്ടും 7 വംശം പുറകോട്ടുള്ളവർക്ക് മോക്ഷപ്രാപ്തി ഉണ്ടാകും. അപ്പൊ നരസിംഹമൂർത്തിക്ക് ഒരു സംശയം. എന്താണ്? മഹാദേവൻ ഭയന്നു പോയി അടുത്തു വന്നില്ല, ബ്രഹ്മദേവൻ ഭയന്ന് അടുത്തു വന്നില്ല. ശ്രീമദ് ഭാഗവതം 7-ാം സ്കന്ധത്തിൽ ശ്ലോകമെല്ലാം ഉണ്ട്. ആ ഉഗ്രകോപിയായി, ഉഗ്ര സംസ്കൃതത്തിൽ ഉഗ്ര എന്ന വാക്കിന്റെ ഓപ്പോസിറ്റ് ആണ് ഉഗ്ര, അനുഗ്രഹ. ആ ഉഗ്രവും അനുഗ്രഹവും. ഉഗ്രം എന്ന് പറഞ്ഞാൽ ഭയാനകമായ കോപം, കാണുന്ന വസ്തുവിനെ ഭസ്മീകരിക്കാനുള്ള ദേഷ്യം. അനുഗ്രഹം എന്ന് പറഞ്ഞാൽ എതിരിലുള്ള ആള് ഉഗ്രമായി അഗ്നി പോലെ കൊന്തളിച്ചാലും സ്നേഹത്തോട് അവനെ ആലിംഗനം ചെയ്ത് തണുപ്പിക്കാനുള്ള സ്നേഹം, സ്വഭാവം, അതിനെ അനുഗ്രഹം എന്ന് പറയും. നമുക്കെല്ലാം ഉള്ളത് ഉഗ്രഹമാണോ അനുഗ്രഹമാണോ? എന്താ ഉള്ളത്? മഞ്ജുമത്തജി ഉഗ്ര മൾട്ടിപ്ലൈഡ് ബൈ 100. നമുക്കെല്ലാം ഉള്ളത് ഉഗ്രം എന്ന സ്വഭാവമാണ്. കാണുന്ന എല്ലാത്തിനെയും ഭസ്മീകരിക്കാനുള്ള ദേഷ്യം, അസൂയ, അതിനോട് സമ്മതിക്കാൻ പറ്റാത്ത ചില സ്വഭാവങ്ങൾ, ഹൃദയം കൊണ്ട് സ്വീകരിക്കാൻ പറ്റാത്ത ഒരു മനസ്സ്. ഈ ഉഗ്രത്തിന്റെ ഓപ്പോസിറ്റ് അനുഗ്രഹ. അനുഗ്രഹ എന്താണ്? നമ്മുടെ ശത്രു അല്ലെങ്കിൽ നമ്മുടെ മുമ്പേ നിൽക്കുന്ന ആള് എന്നെ കത്തിച്ച് ഭസ്മീകരിക്കാനുള്ള ദേഷ്യത്തോട് വന്നാലും അവനെ ആലിംഗനം ചെയ്ത് തണുപ്പിക്കാനുള്ള സ്വഭാവം. ഈ കൂട്ടത്തിൽ എത്ര പേർക്ക് അനുഗ്രഹമുണ്ട്? ഞാൻ വിചാരിച്ച് കൈതൂക്കാൻ പോകുന്നു. ഉഗ്രം എത്ര പേർക്കുണ്ട്? താണ്ഡവമാണ് ചിലരൊക്കെ വരുന്നത്. അപ്പൊ നരസിംഹമൂർത്തി വിചാരിച്ചു, മഹാദേവൻ എന്റെ അടുത്ത് വന്നില്ല. നരസിംഹമൂർത്തി തൂണും പിളർന്ന് സൂര്യകോടി സമപ്രഭ, ഓടാണ് സൂര്യങ്ങളുടെ ഉഷ്ണവും തേജസ്സുമായി വന്നപ്പോ മഹാദേവൻ അടുത്ത് വന്നില്ല, ബ്രഹ്മാവ് വന്നില്ല, ഇന്ദ്ര, ചന്ദ്ര, വരുണ, വായു, അഗ്നി, ഗന്ധർവ, കിന്നര, കിംപുരുഷ, ഋഷിഗണങ്ങൾ ആരുമേ നരസിംഹമൂർത്തിയുടെ അടുത്ത് വന്നില്ല. ഒരു ഭയവുമില്ലാതെ അടുത്ത് വന്നത് ആരാണ്? അപ്പൊ പ്രഹ്ലാദന്റെ അടുത്ത് ചോദിച്ചു, നിനക്ക് ഭയമില്ലേ? നരസിംഹമൂർത്തിയുടെ അടുത്ത് വന്ന് മടിയിൽ കയറിയിരുന്നത് പോലെ പ്രഹ്ലാദൻ സ്വന്തം അച്ഛന്റെ മടിയിൽ പോലും കയറിയിരുന്നില്ല. ആരുടെ മടിയില്? ഹിരണ്യകശിപുവിന്റെ മടിയിൽ പോലും കയറിയിരുന്നത് സത്യമാണ്. ചിലപ്പോഴൊക്കെ ഭക്തര് പറയാറുണ്ട്, ഇവരെല്ലാം വന്ന് സത്സംഗത്തിൽ കൂടിയപ്പോ എനിക്ക് ഭക്തന്മാരുടെ കൂടെ ഉള്ള ബന്ധം സ്വന്തം ബന്ധുക്കളുടെ അടുത്തുള്ള ബന്ധത്തിനേക്കാളും കൂടുതലാണ് എന്ന് ഭക്തന്മാർ ചിലപ്പോൾ പറയാറുണ്ട്. ഇന്ന് ദുലാല എന്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ചട്ട വീട്ടിലുള്ള ആരും വന്നില്ലെങ്കിലും കുഴപ്പമില്ല, പ്രഭു വന്നാണ്. ഞാൻ പറഞ്ഞു, നീ നേരത്തെ ബുക്ക് ചെയ്താൽ ഞാൻ തരാം. അത് സത്യമാണ്. നമുക്കൊക്കെ പലർക്കും നമ്മുടെ സ്വന്തം ബന്ധുജനങ്ങളിൽ ഉള്ള ആ ബന്ധങ്ങളെക്കാളും കൂടുതൽ ആർക്കാണ്? ഭക്തജനങ്ങൾക്ക്. അവരെ തമ്മിൽ എത്ര പേർക്ക് അങ്ങനെ ഒരു അനുഭവമുണ്ട്? കുറേ. അപ്പോ നരസിംഹമൂർത്തി പ്രഹ്ലാദനെ ചോദിച്ചു, പ്രഹ്ലാദ, എന്നെ കണ്ട് മഹാദേവൻ ഭയന്നു നിൽക്കുന്നു, ബ്രഹ്മാവ് ഭയന്നു നിൽക്കുന്നു, ഇന്ദ്ര, ചന്ദ്ര, വരുണ, വായു, അഗ്നി ഇവരെല്ലാം ഭയന്നു നിൽക്കുന്നു, നിനക്ക് എന്നെ കണ്ട് ഭയമില്ലേ എന്ന് ചോദിച്ചപ്പോ പ്രഹ്ലാദൻ പറഞ്ഞു, ഒരു പിതാവിനെ കണ്ട് പുത്രൻ ഭയക്കേണ്ട ആവശ്യമേ ഇല്ല. അങ്ങിനി എന്ത് രൂപമെടുത്തിട്ട് വന്നാലും ശരി, ഒരു സിംഹത്തിന്റെ തലയ്ക്ക് പകരം 10 സിംഹത്തിന്റെ തല കൊണ്ടുവന്നാലും ശരി, ഈ ഘോരമായ നാക്ക് പുറം തള്ളിയാലും ശരി, കൂർപ്പ നഗരങ്ങൾ കൊണ്ട് എത്ര പേരെ പുറന്നിട്ടാലും ശരി, എനിക്ക് എന്തില്ല? ഭയമേയില്ല. അപ്പൊ നരസിംഹമൂർത്തി ചോദിച്ചു പ്രഹ്ലാദന്റെ അടുത്ത്, നീ എന്ത് ആനന്ദമാണ് അനുഭവിക്കുന്നത്? പ്രഹ്ലാദൻ പറഞ്ഞു, ഞാൻ അങ്ങയുടെ മുമ്പേ വാത്സല്യമാണ് അനുഭവിക്കുന്നത്. ഉടനെ നരസിംഹമൂർത്തി വിചാരിച്ചു, അതെനിക്ക് അറിയണമല്ലോ. പ്രഹ്ലാദൻ അനുഭവിക്കുന്ന വാത്സല്യം എന്താണ്? അത് ഞാൻ അറിയണമല്ലോ. അപ്പൊ തൊട്ട് തീരുമാനിച്ചു, അടുത്ത എല്ലാ അവതാരത്തിലും അച്ഛനമ്മയും. മത്സ്യത്തിന് അച്ഛനമ്മയുണ്ടോ?
വരാഹത്തിന് അച്ഛനമ്മയുണ്ടോ? ഇല്ല. കൂർമ്മത്തിന് അച്ഛനമ്മയുണ്ടോ? ഇല്ല. നരസിംഹത്തിന് അച്ഛനമ്മയുണ്ടോ? ഇല്ല. അടുത്ത അവതാരം എന്താണ്? നരസിംഹം കഴിഞ്ഞ അടുത്തേതാണ് വാമന. അച്ഛനമ്മയുണ്ടോ? പരശുരാമ, രാമ, ബലരാമ, ബുദ്ധ. അവിടെ തൊട്ട് നരസിംഹമൂർത്തി തീരുമാനിച്ചു, പ്രഹ്ലാദൻ അനുഭവിക്കുന്ന വാത്സല്യം എന്താണെന്ന് ഞാൻ അറിയണം, എന്റെ ഭക്തജനങ്ങൾ അനുഭവിക്കുന്ന ആനന്ദം എന്താണെന്ന് ഞാൻ അറിയണം. അപ്പൊ തൊട്ട് തീരുമാനിക്കുന്നു വരുന്ന അവതാരത്തിന്റെ അച്ഛനമ്മ. അടുത്തത് തൊട്ട് വാമന, പരശുരാമ, ശ്രീരാമ, ബലരാമ, ബുദ്ധ എല്ലാവർക്കും അച്ഛനമ്മയായി. ഈ വാത്സല്യം എന്താണെന്ന് അറിയാം. അത് കഴിഞ്ഞ് ശ്രീരാമചന്ദ്രമൂർത്തിയായി വന്നപ്പോ ഏകദേശം വാത്സല്യമൊക്കെ മനസ്സിലാക്കി, ദശരഥന്റെ വാത്സല്യമൊക്കെ മനസ്സിലാക്കി. പക്ഷേ എന്താണ് ഈ സുഗ്രീവനും ഹനുമാനും മറ്റുള്ള കൂട്ടുകാരനുഭവിക്കുന്ന ആനന്ദം എന്താണ്? അത് ശ്രീരാമചന്ദ്രമൂർത്തിക്ക് മനസ്സിലാക്കി. കാരണം ഹനുമാനെല്ലാം നിസ്വാർത്ഥമായി സേവനം ചെയ്യാം. ഹനുമാന്റെ മാസശമ്പളം എത്രയാണ്? ശമ്പളം കിട്ടിയില്ല. ഹനുമാന് അങ്ങോട്ട് എന്താണ് കിട്ടിയത്? ശ്രീരാമന്റെ കയ്യിൽ ഇത്രയും സേവനം ചെയ്യുന്നത്. ശ്രീരാമൻ വഴക്ക് പറയുമ്പോഴും തന്റെ വാലെടുത്ത് ചവിട്ടിയപ്പോഴും ഹനുമാനുണ്ടായ ആനന്ദം. ഒരിക്കൽ ശ്രീരാമൻ ഹനുമാന്റെ വാലിനെ ചവിട്ടി. ആരെങ്കിലും നമ്മുടെ കാലിനെ ചവിട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യും? നോക്കി വന്നൂടെ? കണ്ണു മുഖത്താണ്, വേറെ എവിടെയെങ്കിലും പറയൂല്ലേ? പക്ഷെ ശ്രീരാമചന്ദ്രമൂർത്തി ഹനുമാന്റെ വാലിനെ ചവിട്ടിയതിന് ഹനുമാൻ പരമാനന്ദ നൃത്തം വെച്ചു. തന്റെ വാലിനെ എടുത്ത് കടിച്ചു, തന്റെ വാലിനെ എടുത്ത് തലയിലിട്ടു. ഇങ്ങനെ ആകാശത്തിൽ പൾട്ടിയിട്ട അത്ര ആനന്ദം രാമൻ ചവിട്ടിയത്. ശ്രീരാമചന്ദ്രമൂർത്തി നോക്കുകയാണ്, ഈ സുഗ്രീവൻ എന്ത് ആനന്ദമാണ് അനുഭവിക്കുന്നത്. വാത്സല്യ ആനന്ദം ഭഗവാന്റെ മനസ്സിലായി കഴിഞ്ഞു. പക്ഷെ സഖ്യാനന്ദം മനസ്സിലാകുന്നില്ല. സുഗ്രീവൻ എന്ത് ആനന്ദമാണ് എന്റെ അടുത്തിരുന്ന് അനുഭവിക്കുന്നത്, ഹനുമാൻ എന്ത് ആനന്ദമാണ് എന്റെ അടുത്തിരുന്ന് അനുഭവിക്കുന്നത്. നള, നീല, അങ്കദ, ജാമ്പവ, ഈ മിത്രങ്ങളെല്ലാം, ഇവരെല്ലാം എന്റെ മിത്രങ്ങളാണ്. പക്ഷേ ഞാൻ അവിടെ സംസാരിക്കാൻ ചെന്നു കഴിഞ്ഞാൽ എന്നെ കണ്ട ഉടനെ എല്ലാവരും ബഹുമാനത്തോടെ എഴുന്നേറ്റ് നിൽക്കും. അതുവരെ തമാശ പറഞ്ഞുകൊണ്ടിരിക്കുന്നവരെല്ലാം ആ തമാശ തീർന്നു. അതുവരെ ഹനുമാനും സുഗ്രീവനും ലക്ഷ്മണനും ഇവരെല്ലാം കെട്ടിപ്പിടിച്ചോണ്ട് തമാശയും പറഞ്ഞ് നൃത്തം വയ്ക്കും. ആ വേദിയിൽ ശ്രീരാമചന്ദ്രമൂർത്തി വന്ന ഉടനെ എല്ലാവരും തമാശ നിർത്തിയിട്ട് ബഹുമാനത്തോടെ എണീച്ചു. എനിക്കൊരു കൂട്ടുകാരനില്ലല്ലോ. കാരണം ചിലതൊക്കെ ഒരു രസമാണ്. കൂട്ടുകാരനോട് തമാശ പറഞ്ഞു. അങ്ങനെയുള്ളവരൊക്കെ കണ്ടിട്ടുണ്ടോ? അടിച്ചൊക്കെ ചിരിക്കും, അടുത്തുള്ള ആൾ അടിച്ച് ചിരിക്കും, വായിച്ച് കുത്തിച്ചിരിക്കും, അങ്ങനെയൊക്കെ ചിരിക്കുന്നവരുണ്ട്. അപ്പൊ അവർ ഇടിക്കാനൊക്കെ ഒരാൾ വേണം. ആ ഫ്രണ്ട്സിന്റെ ഇടയ്ക്ക് ഉള്ള സ്നേഹം പങ്ക് തന്നെ പറയുമ്പോൾ തന്നെ അവിടെ ഇരിക്കുന്നത് ഇടിച്ചിട്ടൊക്കെ ചെയ്യും. അതൊക്കെ ഒരു രസമാണ്. പക്ഷെ ശ്രീരാമചന്ദ്രമൂർത്തിക്ക് സഖ്യഭാവം മനസ്സിലാകുന്നില്ല. ആ വേദിയിൽ വന്നവുടനെ എല്ലാവരും ബഹുമാന പുരസരം ഇടിച്ചു നിൽക്കും. ശ്രീരാമചന്ദ്രമൂർത്തി അടുത്ത് വന്നവുടനെ ഹനുമാൻ രണ്ടടി പുറകെ ചെന്ന് അകലം പാലിക്കും. ലക്ഷ്മണൻ പോലും കുറച്ച് മുന്നേ ചെന്ന് കുഞ്ഞു നിൽക്കും. വിചാരിച്ചു, ഇവരനുഭവിക്കുന്ന ആനന്ദം അതും കൂടെ എനിക്കറിയാം. ആദ്യം പ്രഹ്ലാദൻ അച്ഛൻ്റെ അടുത്ത് അനുഭവിക്കുന്ന വാത്സല്യം എന്താണ് അതറിയാം. ഇപ്പൊ ഭഗവാൻ എന്തറിയണം? സഖാക്കൾ ഉടനെ എന്തായി? ബലരാമനായി വന്നു, കൃഷ്ണനായി വന്നു. എന്താണ്? കൂട്ടുകാരെ തൂക്കി തോളിൽ വെച്ചോണ്ട് ബലരാമൻ എന്ത് ചെയ്യും? ഇവരെല്ലാം കളിക്കും സഖാക്കളോടൊപ്പം. എന്താണ് ടീം പന്തയം? എന്താണ്? ആരാണോ തോൽക്കുന്നത്, തോൽക്കുന്നവർ ജയിക്കുന്നവരെ എടുത്ത് തോളിൽ വെച്ചിട്ട് വൃന്ദാവനം മുഴുവനും ഓടണം. ഈ കളിയിൽ മിക്കവാറും കൃഷ്ണ ഭഗവാനും ബലരാമനുമാണ് തോൽക്കുന്നത്. എന്തുകൊണ്ടാണ് തോൽക്കുന്നത്? 7-14 ലോകം അണ്ടചരാചരം ചലിക്കുന്നതും ചലിക്കാത്തതും 30 കോടി ദേവീദേവഗണങ്ങളെയും നിയന്ത്രിക്കുന്ന സർവേശ്വരൻ, യമനും സൂര്യനും കണ്ട് ഭയക്കുന്ന സർവേശ്വരൻ ഗോപന്മാരുടെ മുമ്പിൽ തോൽക്കുകയാണ്. എന്തിനാണ് തോൽക്കുന്നത്? എന്നാൽ അവരെ തൂക്കി തോളിലിരുത്തിക്കൊണ്ട് മൊത്തം ഓടാം. ആരെങ്കിലും ഡിവോട്ടീസ് ചെയ്യോ? ഇനിയൊരു ഡിവോട്ടിയെ തൂക്കി തോളിൽ വെച്ച് കൃഷ്ണ ഭഗവാൻ അത് സന്തോഷമാണ്. എന്റെ ഭക്തരെ തോളിൽ തൂക്കി വെക്കണം. അവരുടെ തോളിൽ തൂക്കി വെക്കുമ്പോൾ എന്താ പിടിക്കുന്നത് ഭഗവാൻ? എന്റെ ഭക്തരുടെ പാദങ്ങളെ. അവർ കഴുത്തിൽ ഇങ്ങനെ ഇരിക്കില്ലേ? ഇരിക്കുമ്പോ എന്താ പിടിച്ചിരിക്കുന്നത്? നിങ്ങൾ ഗരുഡന്റെ ചിത്രം കണ്ടാൽ മനസ്സിലാകും. ഗരുഡൻ അങ്ങനെ മുട്ടും കുത്തി എല്ലാ ക്ഷേത്രത്തിൽ ഇരിക്കും. തോളിൽ നാരായണൻ ഇരിക്കും,
നാരായണൻ ഇരിക്കുമ്പോ ഗരുഡന്റെ രണ്ട് കൈയിലും എന്താ താങ്ങി പിടിച്ചിരിക്കുന്നത്? നാരായണന്റെ പാദം താങ്ങി പിടിച്ചിരിക്കും. അതേപോലെ കൃഷ്ണ ഭഗവാൻ കളിയിലെല്ലാം പോക്കും, വേണമെന്ന് വെച്ച് പോക്കും, കൂട്ടുകാരെ തൂക്കി തോളിലിട്ടുകൊണ്ട് പിന്നെന്താണ് ആ കാലും പിടിച്ചിട്ട് വൃന്ദാവനം മുഴുവൻ ഓടും. കാരണം പല രാമനായി വന്നപ്പോ നടന്നില്ല. ശ്രീരാമചന്ദ്രമൂർത്തി വന്നുണ്ടെങ്കിൽ എല്ലാവരും എണീറ്റ് നിൽക്കും. പക്ഷെ ഇവിടെ ഇവർ കൃഷ്ണന്റെ തലയിൽ കയറി. അപ്പോ സഖ്യരസം എന്താണെന്ന് മനസ്സിലായി. പക്ഷെ എന്ത് മനസ്സിലായില്ല? സീതയ്ക്ക് ഒരു ക്ഷണം സന്തോഷം പോലും ഞാൻ തന്നില്ല. സീത സദാസമയം അശോകവനത്തിൽ എന്റെ നാമവും ചൊല്ലി ചൊല്ലി വിരഹത്തിൽ തന്നെ സീതാദേവി ശരീരം ഉപേക്ഷിച്ചു. 4 മാസം അശോകവനത്തിൽ രാവണന്റെ കൂടെ അശോകവനത്തിലും, പിന്നെ 12 വർഷം വാൽമീകി മഹർഷിയുടെ ആശ്രമത്തിലും. ഒരു സന്തോഷവും ശ്രീരാമസ്വാമിയിൽ നിന്ന് സീതാദേവിക്ക് കിട്ടിയില്ല. എന്നിട്ടും നിസ്വാർത്ഥമായ വിരഹഭക്തി അത് എന്താണെന്ന് അറിയണം. അതുകൊണ്ട് എന്ത് ചെയ്തു? ഭഗവാൻ കൃഷ്ണനായി വന്ന സമയത്ത് ഗോപസ്ത്രീകളിൽ നിന്ന് പിരിഞ്ഞ് 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 ആ വിരഹമാണ് ഭവിച്ചു. അടുത്ത സംശയം, രാധാറാണി സീതാദേവി ആണെങ്കിൽ പോലും ഞാൻ വിവാഹം കഴിച്ചതാ. അവിടെ ഒരു കർത്തവ്യമുണ്ട്. സീതാദേവി കാത്തിരിക്കുന്നതിലും സീതാദേവി വിരഹത്തിലിരിക്കുന്നതിലും അവിടെ ഒരു അർത്ഥമുണ്ട്. പക്ഷേ രാധാറാണിയെ ഞാൻ വിവാഹമേ കഴിച്ചിട്ടില്ല. രാധാറാണിക്ക് നീ വേണ്ട എന്ന് പറയാൻ എത്ര സമയം വേണം? കമ്മിറ്റ്മെന്റേ ആയിട്ടില്ല. ഇവിടെ അങ്ങനെയല്ല. ആലപ്പുഴയിൽ കല്യാണം 3 മണിക്കൂർ കാർ കയറി തിരുവനന്തപുരത്ത് വരുന്നതിന് മുമ്പ് ഡൈവേഴ്സ് ആയി കഴിഞ്ഞു. ആ കല്യാണ മണ്ഡപ പരസ്യമേ എങ്ങനെയാണ്? ഇവിടെ കല്യാണം നിങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഡൈവേഴ്സ് നിങ്ങൾ ഫ്രീ ആയി ചെയ്യുകയാണ്. ഇവിടെ രാധാറാണിയെ വിവാഹം കഴിച്ചിട്ടില്ല. രാധാറാണിയായിട്ട് യാതൊരു, എന്നിട്ടും ഈ വിരഹം എന്താണ്? അതാണ് ഭഗവാൻ അറിയേണ്ടത്. പ്രണയമഹിമ കീദൃശോ, എന്റെ അടുത്തിരുന്ന് ഒരു അല്പം പോലും, ഒരു തുളി പോലും സ്നേഹം കിട്ടാതെ എന്തിനാണ് രാധാറാണി കാത്തിരിക്കുന്നത്? എന്റെ എന്ത് സ്വഭാവമാണ് രാധാറാണി ഇഷ്ടപ്പെട്ടത്? എത്രയാണ് രാധാറാണി ആനന്ദം അനുഭവിക്കുന്നത്? അതും കൂടെ മനസ്സിലാക്കാനാണ് ശ്രീകൃഷ്ണ ഭഗവാൻ ഭൂമിയിൽ ആരായി അവതരിച്ചത്? ശ്രീ ചൈതന്യ മഹാപ്രഭു കീ രാധാകൃഷ്ണ നഹി അന്യ. ചൈതന്യ മഹാപ്രഭു രാധയും കൃഷ്ണനും തമ്മിലുള്ള വ്യത്യാസമില്ല. അവർ രണ്ടുപേരും സംഗമിച്ച് ഒരുമിച്ച് വന്നതാണ് മഹാപ്രഭു. ഇവിടെ മഹാപ്രഭു വന്നിട്ട് എന്ത് ചെയ്തു? ഇതെല്ലാം അനുഭവിച്ചു. പ്രഹ്ലാദൻ അനുഭവിച്ച വാത്സല്യം, സഖാക്കളോട് ബലരാമനും കൃഷ്ണനും അനുഭവിച്ച, ശ്രീരാമചന്ദ്രമൂർത്തിക്ക് കിട്ടായ സഖ്യഭാവം, രാധാറാണി നിഗൂഢമായി അനുഭവിക്കുന്ന പരമാനന്ദം, പ്രേമം, ഇതെല്ലാം ചൈതന്യ മഹാപ്രഭുവായി വന്ന് അനുഭവിച്ചു. ഭഗവാന്റെ അടുത്തിരുന്ന് വിരഹം അനുഭവിച്ചു. നിത്യാനന്ദ പ്രഭു, ശ്രീവാസ് ഠാക്കൂർ, അദ്വൈതാച് അവരെടുത്തിരുന്ന് സഖ്യഭാവം അനുഭവിച്ചു. സച്ചിമാത ജഗന്നാഥ മിശ്രയിൽ ഇരുന്നിട്ട് വാത്സല്യം അനുഭവിച്ചു. അദ്വൈതാചാര്യ അവരെടുത്തിരുന്ന് ഗുരുവിലിരുന്ന് ലഭിക്കുന്ന, ഇങ്ങനെ പൂർണ്ണമായ എല്ലാ രസങ്ങളും മഹാപ്രഭു അനുഭവിച്ചു. അതുകൊണ്ടാണ് പ്രേമസ്വരൂപമാണ് ഈ അവതാരം എന്ന് പറയുന്നത്. ഏതവതാരം? ചൈതന്യ മഹാപ്രഭു. കലികാലത്തിൽ മഹാപ്രഭുവിന്റെ പാത പിന്തുടർന്ന് ഭഗവത് നാമം ജപിക്കുന്നവർക്കെല്ലാം മോക്ഷപ്രാപ്തി മാത്രമല്ല പ്രേമഭക്തിയും ലഭിക്കും എന്നുള്ളത് സുനിശ്ചിതമാണ്. ഈ ഒരു ദിവസം, മഹാപ്രഭുയുടെ കാരുണ്യം ലഭിക്കുന്ന ദിവസം, നാമസങ്കീർത്തനം ചെയ്യണം. നമ്മളും നമ്മുടെ ജീവിതത്തിൽ നാമസങ്കീർത്തനം കൃത്യമായി ചെയ്ത് നാമജപം ചെയ്യണം. മാത്രമല്ല, ഇതൊക്കെ അനുഭവിക്കണമെങ്കിൽ നമ്മൾ ഭഗവാന് എന്ത് തരം സേവനം ചെയ്യും, ഗുരുവിന് എങ്ങനത്തെ സേവനങ്ങൾ ചെയ്യും, വൈഷ്ണവ ജനങ്ങൾക്ക് എങ്ങനെ സേവനം ചെയ്യും എന്ന് തീരുമാനമെടുക്കണം. പലപ്പോഴും നമ്മൾ വരുന്നു, സത്സംഗത്തിൽ പങ്കുകൂടുന്നു, അവിടെ കിട്ടുന്ന അനുഗ്രഹമെല്ലാം സ്വീകരിക്കുന്നു, പല രൂപത്തിൽ നമ്മൾ തിരിച്ചു പോകുന്നു. അതിനും ഒരു മൂല്യമുണ്ട്. എന്താണ്? ഞാൻ എത്രമാത്രം വൈഷ്ണവരെ സേവിക്കും, ഞാൻ എങ്ങനെ യാതൊരു നിയമവും പ്രതീക്ഷയുമില്ലാതെ അഹൈതുക്കി അപ്രതീഹത ഗുരുവിനെ അങ്ങോട്ട് എങ്ങനെ സേവിക്കും, ഭഗവാനെ ഞാൻ അങ്ങനെ അങ്ങോട്ട് എങ്ങനെ സേവിക്കും എന്നുള്ള ചില തീരുമാനങ്ങൾ എടുത്ത് നമ്മൾ മുന്നോട്ട് വരണം.
ഇതെല്ലാം ഭക്തിയിൽ വളരെ വളരെ ആവശ്യമാണ്. ശ്രീ ഗോവിന്ദ മഹാപ്രഭു കി ശ്രീല പ്രഭുപാദ് കി. എന്തെങ്കിലും സംശയമോ ചോദ്യമോ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഹരേ കൃഷ്ണ. മഹാപ്രഭുവിന്റെ മഹത്വം എന്ന് പറഞ്ഞു. ചൈതന്യ മഹാപ്രഭുവിനെ എങ്ങനെയാണ് നമുക്ക് ആരാധിക്കാൻ? ചൈതന്യ മഹാപ്രഭുവിനെ ആരാധിക്കുന്നത്, ഇപ്പൊ ഭാഗവതത്തിൽ കൃഷ്ണ ഭഗവാനെ ആരാധിക്കാൻ ശാലഗ്രാം വേണം, ഗംഗാജലം വേണം, ശംഖ് വേണം, തുളസി പത്രം വേണം, നിവേദ്യങ്ങൾ വേണം എന്നൊക്കെ ഭഗവാൻ ചോദിക്കുന്നുണ്ട്. മഹാപ്രഭു പറയുന്നത് നിർമ്മലമായ ഹൃദയത്തിൽ നാമസങ്കീർത്തനം ചെയ്യുകയും 3 കാര്യം: നാമേ രുചി, ജീവേ ത്വയ, വൈഷ്ണവ സേവ. രുചിച്ച് പരിശുദ്ധമായി നാമം ജപിക്കുന്ന ഒരാൾ, വൈഷ്ണവരെ എന്താ പറയാ, ഉയർന്നവൻ, താഴ്ന്നവൻ, ബ്രാഹ്മണൻ, പാമരൻ, വിദ്യാഭ്യാസമുള്ളത്, ഇല്ലാത്തത്, പണമുള്ളത്, ഇങ്ങനെ യാതൊരു വ്യത്യാസമില്ലാതെ ആരെല്ലാം നാമം ജപിക്കുമോ അവരെയൊക്കെ സേവിക്കാനുള്ള മനസ്സ്. 3ാമത്തത് ജീവേ ത്വയ, എല്ലാ ജീവജാലങ്ങളടുത്തും കാരുണ്യം കാണിക്കാനുള്ള ഒരു മനസ്സ്. എനിക്ക് ചിലരെയൊക്കെ അറിയാം, അവര് പട്ടി സംരക്ഷണ സമിതിയുടെ മെമ്പേഴ്സാണ്. അപ്പൊ എവിടെയെല്ലാം ജില്ലയില് ഈ നായ്ക്കുട്ടി രോഗം ബാധിച്ചിരിക്കുന്നു, തല്ലുന്നോ അടിക്കുന്നോ അതിനെയൊക്കെ അവരെടുത്ത് സംരക്ഷിക്കും. ദിവസം കോഴി കഴിക്കും. എന്ത് ജീവ സ്നേഹമാണ് എനിക്കറിയാം. ഒരു മൃഗത്തിനെ സ്നേഹിക്കും, ഇനിയൊന്നിനെ പിടിച്ചിട്ടുന്നു. ഇതൊക്കെ ഡ്യുവാലിറ്റി, ഡ്യൂപ്ലിഷ്യസ്. അപ്പൊ അതുകൊണ്ട് ജീവേത്വയ, സർവത്ര ജീവജാലങ്ങളെടുത്തും ദയ. ഇത് 3ഉം ആരെല്ലാം പ്രാക്ടീസ് ചെയ്യോ അവരെല്ലാം മഹാപ്രഭുവിനെ ആരാധിക്കുന്നവരാണ്, അനുഭവിക്കുന്നവരാണ്. ഇന്ന് ചില ഭക്തർ, അഞ്ചാറ് ഡിവോട്ടീസ് ഭക്തന്മാർ വന്നിട്ട് പ്രഭുപാദാശ്രയ ചടങ്ങിലേക്ക് കടക്കുകയാണ്. പ്രഭുപാദാശ്രയ എന്ന് പറഞ്ഞാൽ അവർ സങ്കല്പം എടുക്കുന്നു, ദിവസവും 16 മാല മുടങ്ങാതെ ജപിക്കും, ശ്രീമദ് ഭാഗവതം, ഭഗവത്ഗീത എന്ന ഗ്രന്ഥങ്ങൾ നിത്യേന വായിക്കും. പിന്നെ ഉള്ളി, വെളുത്തുള്ളി, മത്സ്യമാംസാദികൾ, ചായ, കാപ്പി പോലുള്ള ഭക്ഷണങ്ങൾ ഉപേക്ഷിച്ച് എല്ലാ ഭക്ഷണവും ഭഗവാന് സമർപ്പിച്ച് പ്രസാദമായി കഴിക്കും. ഗ്രന്ഥങ്ങളിൽ പറഞ്ഞതനുസരിച്ച് ജീവിതം ആചരിക്കാൻ ശ്രമിക്കും. ഏകാദശി പോലുള്ള വ്രതങ്ങൾ അനുഷ്ഠിക്കും. ഇതൊക്കെയാണ് പ്രഭുപാദാശ്രയ ചടങ്ങിന്റെ പാലിക്കുന്നവരുടെ നിയമങ്ങൾ. അപ്പൊ ഈ പേര് വിളിക്കുന്നവരെല്ലാം മുന്നോട്ട് വരിക. ശ്രീ വിജയകുമാർ, ശ്രീ അനിൽകുമാർ, ജയ് രാധ, ശ്രീമതി ആശാറാണി, നന്ദകിഷോർ, ശ്രീമതി വത്സല, ശ്രീമതി ഷീഭ, ശ്രീമതി മഞ്ജു നായർ, ശ്രീമതി സംഗീത, ശ്രീമതി കുമാരി ശൈലജ ആൻഡ് ശ്രീ സുനിൽ കുമാർ പ്രഭു. ഈ പറഞ്ഞ ഭക്തരെല്ലാം മുന്നോട്ട് വരിക. എല്ലാവരും കയ്യിൽ കുറച്ച് പൂക്കൾ എടുക്കുക. ഞാൻ പറയുന്ന സത്യപ്രതിജ്ഞ സമ്മതമാണെങ്കിൽ ഉറക്ക ഹരേ കൃഷ്ണ പറയുക. ഈ പറഞ്ഞ ആൾക്കാരെല്ലാം മുന്നോട്ട് വരിക. വിജയകുമാർ, അനിൽകുമാർ, ജയരാധ, ആശാറാണി, കിഷോർ, വത്സല, ഷീബ, സംഗീത, കുമാരി ശൈലജ, സുനിൽ കുമാർ. എല്ലാവരും എണീറ്റ് പ്രഭുപാദത്തെ ഫേസ് ചെയ്ത് പ്രഭുപാദത്തെ ഫേസ് ചെയ്ത് ഇവിടെ ഒരു ലൈൻ നിൽക്കുക, ഇവിടെ നിങ്ങൾ ഒരു ലൈൻ നിൽക്കുക. പ്രഭുപാദത്തെ ഫേസ് ചെയ്ത് ഒറ്റ വരിയായിട്ട് നിൽക്കുക. ഓക്കെ. ദിവസവും 14 മാല ഹരേ കൃഷ്ണ മഹാമന്ത്രം മുടങ്ങാതെ ജപിച്ചു കൊള്ളാം. കേട്ടില്ല? നാല് യമനിയം, അതായത് മത്സ്യമാംസം ഉപേക്ഷിക്കുക, ലഹരി ഉപേക്ഷിക്കുക, ചൂതുകളി ഉപേക്ഷിക്കുക.
ഉപേക്ഷിക്കുക. ശാസ്ത്രവിരുദ്ധമായ സ്ത്രീ പുരുഷ ബന്ധം ഉപേക്ഷിക്കാം. ഏകാദശി വ്രതങ്ങൾ, ഏകാദശി ദിവസം 9 ധാന്യങ്ങളും വർജിച്ച് വ്രതം അനുഷ്ഠിക്കാം. ശ്രീല പ്രഭുപാദന്റെ ഗ്രന്ഥങ്ങളിൽ രചിച്ചിട്ടുള്ള നിർദ്ദേശമെല്ലാം ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിക്കാം. ശ്രീകൃഷ്ണ ഭഗവാനെ പരമനിര്യോത്തമ പുരുഷനായി അംഗീകരിക്കാം. നിങ്ങൾ പ്രണാമമന്ത്രം ചൊല്ലി പ്രഭുപാദന് പൂക്കൾ സമർപ്പിക്കുക. നമോ വിഷ്ണുഭദ്രായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനി നാമിനേ നമസ്തേ സരസ്വതേ ദേവേ ഭഗവാനി പ്രചാരിണി നിർവിശേഷ ശൂന്യഭാവി പാശ്ചാത്യ ദേശധാരിണി ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ. പൂക്കൾ സമർപ്പിക്കുക. ശ്രീ വിജയകുമാർ, ശ്രീ വിനയകുമാർ, ശ്രീ ജയരാധ, श्रीमती आशा रानी, श्री किशोर, श्री सया, श्री शीला, श्री